ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലച്ചു കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഉന്നതനും അത്യന്തം സുസ്ഥിർഹനുമാണ്. സകലരും കാൾ ഉന്നതനായ അങ്ങയെ ഞാൻ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഇന്നരുൾ ചെയ്യുന്നു. ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നുവെന്ന്. അങ്ങയെ സമ്പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിച്ചുകൊണ്ട് അങ്ങയുടെ പാതയിലൂടെ കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവ്, നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. വഴിയും സത്യവും ജീവനും ഞാനാണെന്നങ്ങ് പറഞ്ഞുവല്ലോ. ഇന്നങ്ങ് അരുൾ ചെയ്യുകയാണ്, അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതമെന്ന്, കപടനാട്യക്കാരെ നിയമിച്ചരെ നിങ്ങൾക്ക് ദുരിതമെന്ന്, മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നവരെ നിങ്ങൾ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അതിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുവെന്ന്. ഈ ദുരിതത്തിൻ്റെ സാഹചര്യങ്ങളെ കർത്താവെ ഞങ്ങളറിയുന്നു. നിൻ്റെ മാർഗങ്ങൾ തേച്ചുകൊണ്ട് നിൻ്റെ വഴിയെ കടന്നു വരാതെ ഞങ്ങൾ പോയ അവസരങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ആണയിട്ടുകൊണ്ട് സത്യത്തെ അസത്യമാക്കുവാൻ, അസത്യത്തെ സത്യമാക്കുവാൻ ഞങ്ങൾ പരിശ്രമിച്ച അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഉള്ളതിനുണ്ട് എന്നും ഇല്ലാത്തതിനില്ല എന്നുമായിരിക്കട്ടെ എന്ന് അങ്ങ് പറഞ്ഞിട്ടും ആണയിട്ടുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. ബലിപീഠത്തെ കൊണ്ടും കാഴ്ച വസ്തുക്കളെ കൊണ്ടും ആണയിട്ടിട്ടുണ്ട്. ദേവാലയത്തെ കൊണ്ട് ആണയിട്ടിട്ടുണ്ട്. വസ്തുക്കളെ കൊണ്ട് ആണയിട്ടിട്ടുണ്ട്. അതിൽ വസിക്കുന്നവരെക്കുറിച്ച് ആണയിട്ടിട്ടുണ്ട്. കാരുണ്യവാനായ കർത്താവെ, സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠവും. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. വഴിതെറ്റിപ്പോയ ഓരോ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടാണ് മാപ്പ് ചോദിക്കുന്നു. നിൻ്റെ വഴിയെ കടന്നു വരുവാനും മാർഗം യഥാർത്ഥമായി കാണിച്ചു കൊടുക്കാതെ പോയ അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാനും വഴിതെറ്റിയവരെ തിരികെ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണമെന്ന് നിങ്ങളെ അനുദിനവും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.